ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടൊമാറ്റോ ആൻഡ് ക്യാരറ്റ് സൂപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ടൊമാറ്റോവും കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്ത് അതിൻ്റെ ജസ്റ്റ് തൊലി ഒന്നിങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് അത് കഴുകി വൃത്തിയാക്കി ഒരു 3 പീസാക്കിയിട്ടുണ്ട്. പിന്നെ തക്കാളി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും എല്ലാം കൂടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് തിളച്ച് വന്നപ്പം ഞാനതിലേക്ക് ആ ക്യാരറ്റും തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളിയും കൂടെ വേണമെങ്കിൽ 2-3 പീസ് വെളുത്തുള്ളിയും കൂടി ഇടാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നതോട് കൂടി തന്നെ ആ തക്കാളിയുടെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് തക്കാളി. ഇനി നമുക്ക് ആ ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ തക്കാളിയുടെ ആ തൊലി വിട്ട് വന്നിട്ടുണ്ടല്ലോ, ആ തൊലി അത് ഫുള്ളായിട്ടൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തക്കാളിയും ക്യാരറ്റും ചെറിയ ചെറിയ പീസൊന്നും ആക്കണം കേട്ടോ. മിക്സിയിൽ അരയാൻ എളുപ്പത്തിനായിട്ട് ചെറിയ ചെറിയ പീസൊന്നും ആക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ ആ തക്കാളിയും ക്യാരറ്റും ഒക്കെ ചെറിയ പീസാക്കി മുറിച്ച് മിക്സിയിലിട്ട് ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരയണം. ഇപ്പം എന്തെങ്കിലും നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്ന് ആ മിക്സ് ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ നന്നായിട്ട് അരച്ച കാരണം തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടില്ല. പിന്നെ അതിൽ നിന്ന് മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ അംശമൊക്കെ ഒന്ന് പറ്റിയിരിക്കുന്നുണ്ടല്ലോ, അപ്പം അതും കൂടെ ഒന്ന് കലക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിത് പാത്രം അടുപ്പിലൊന്ന് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിക്കണം കേട്ടോ. അതിനായിട്ട് 1 സ്പൂൺ കോൺഫ്ലവർ ഒരു ഗ്ലാസ്സിലിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കലക്കിയിട്ട് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കോൺഫ്ലവർ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ അത് ഒഴിച്ച് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് ഞാനപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ആ കൺസിസ്റ്റൻസി കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ആ കോൺഫ്ലവറും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു തിക്നെസ് വന്നിട്ടുണ്ട്, ഒരു ഗ്ലേസിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ സ്പൂൺ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ആ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോണത് പനീറാണ് കേട്ടോ. പനീർ ഇതുപോലെ കുഞ്ഞ് പീസാക്കിയിട്ട് കുറച്ച് ബട്ടറിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രെഡിന് പകരം പനീറാണ് കേട്ടോ ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇടാൻ പോണത്. മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കഴിക്കണ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സൂപ്പ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പനീർ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പനീർ ഞാൻ 3-4-5 പീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്ത് കുറച്ചൊരു അലങ്കാരപ്പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സൂപ്പാണ്. വളരെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ആ ക്രീമും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. തണുപ്പിൽ ചൂടുള്ള ടൊമാറ്റോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡിന് പകരം ഞാൻ പനീറാണ് കേട്ടോ ഇട്ടേക്കണം. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള സൂപ്പർ ടൊമാറ്റോ സൂപ്പ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.